ഞാനും എൻ്റെ കൂട്ടുകാരനും കൂടി ചുമ്മാ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ചുമ്മാ യൂട്യൂബ് വീഡിയോസും ഫേസ്ബുക്ക് വീഡിയോസൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സംഭവം കാണാനിടയായി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ മോശമായിട്ട് നമുക്കറിയാം, ഏതൊരു തൊഴിലിനും അതിൻ്റേതായ ഒരു ഇതുണ്ട്, അതിൻ്റേതായ ഒരു ഭംഗിയും അതിൻ്റേതായ ഒരു അഭിമാനവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പല പല തൊഴിൽ ചെയ്ത് ജീവിക്കുന്നവരാണ് നമ്മളെല്ലാം. മോശമായ തൊഴിലല്ല പറയുന്നത്, നല്ല നല്ല തൊഴിലുകളാണ്. എല്ലാ ജോലിക്കും അതിൻ്റേതായ ഒരു ഇതുണ്ട്, അതെല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. പക്ഷേ വേറൊരാളെ നിങ്ങൾക്ക് വിമർശിക്കാം, ആരെ വേണമെങ്കിലും വിമർശിക്കാം, അതിന് യാതൊരു വിധ കുഴപ്പമില്ല. ചാനലിൽ വന്നിരുന്നിട്ട് ആരെ വേണമെങ്കിലും വിമർശിക്കാം, അതൊന്നൊരു പക്ഷെങ്കിൽ ഒരാളെ വിമർശിക്കാൻ വേണ്ടി മറ്റൊരു തൊഴിലിനെ എടുത്ത് മോശമാക്കി പറയാന്ന് പറഞ്ഞാൽ അത് വളരെ മോശമായ ഒരു കാര്യം തന്നെയാണ്. എൻ്റെ കൂട്ടുകാരൻ വാർക്കപ്പണി എടുക്കുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെയുള്ള തൊഴിലിനെല്ലാം മോശമാക്കി പറയുക. പിന്നെ ചാനലുകാർ നടത്തുന്ന ഇൻ്റർവ്യൂസ്, അതിൽ സ്ത്രീകളും ഉണ്ട്, ആങ്കറിങ് ചെയ്യുന്ന നല്ല 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 ഭംഗിയിൽ അവതരിപ്പിക്കുന്ന സ്ത്രീകളുണ്ട്. പലരും ആ സ്ത്രീകളുടെ അതായത് അങ്ങനെ ചെയ്യുന്നവരുടെ ആ അവതരണ ശൈലി കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ആ ചാനൽ കാണുന്നവരാണ്, ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ആ സ്ത്രീകളെയൊക്കെ മോശമാക്കി പറയാൻ അതൊക്കെ ഒരു തെറ്റായൊരു കാര്യമല്ലേ. ഞാൻ പറഞ്ഞു വന്നത് ശാന്തിവിള ദിനേശ് എന്ന് പറഞ്ഞ ഒരാളെ കുറിച്ചാണ്. അദ്ദേഹം പറയുന്നത്, അദ്ദേഹം സിനിമയിൽ ഭയങ്കര സംഭവമാണ്. നസീറിൻ്റെ കാലം തൊട്ട് ഇങ്ങോട്ടേക്ക് ഭയങ്കരമായിട്ട് സിനിമ ചെയ്യുന്ന ആളാണ്. സിനിമയെക്കുറിച്ച് മൊത്തം അരച്ച് കുറിച്ച് ഞാൻ ഇതുവരെ അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ ഞാൻ കണ്ടിട്ടില്ല. ഉണ്ടെന്നൊക്കെ അയാൾ പറയുന്നു, പക്ഷെ ഞാൻ കണ്ടിട്ടില്ല. അദ്ദേഹം പറയുന്നത് കേട്ടാൽ തള്ളിൻ്റെ ആശാൻ, നല്ല ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ തള്ളിൻ്റെ ആശാൻ. അദ്ദേഹം ഓരോ കാര്യങ്ങളൊക്കെ പല മുതിർന്ന നടന്മാരെയും നടിമാരെ കുറിച്ചൊക്കെ പറഞ്ഞിട്ട് അയാളെ മടിയിലിരിക്കുന്ന ആളാണെന്ന് വിചാരിക്കും. അയാൾ ഇങ്ങോട്ട് പാടാന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് വരും, അങ്ങോട്ട് പോടാന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകും. അങ്ങനെയൊക്കെയാണ് അയാൾ സംസാരിക്കുക. തള്ളിൻ്റെ ആശാനാണ്. ഇത് ഷൈൻ ടോം ചാക്കോനെ കുറിച്ച് അയാൾ വിമർശിക്കുക. അന്നേരം അയാൾ പറയാണ്, വാർക്കപ്പണിക്ക് പോകാൻ പോലും അയാൾക്ക് ഇതില്ല. വാർക്കപ്പണി എന്താ മോശം പണിയാണ്? പിന്നെ പറയാണ്, ആങ്കറിങ് ചെയ്യുന്ന പെണ്ണുങ്ങൾ, പല പെണ്ണുങ്ങളുണ്ട് മൈക്കും തൂക്കിയിട്ട് പോയിട്ട് ആടിയിടിയും കാണിച്ചിട്ട് കൊഞ്ചിക്കൊഴിഞ്ഞിട്ട് അയാളെ മുമ്പിൽ സംസാരിക്കുമ്പോഴാണ് ഷൈൻ ടോം ചാക്കോ ഇങ്ങനെയൊക്കെ ഫോണൊക്കെ എടുത്തത്. എന്ത് അപമാനമാണ് അയാൾ പറഞ്ഞു കൂട്ടുന്നത്? സ്ത്രീകളെ മൊത്തം അവമാനിക്കല. ഇയാളെന്താ ധരിച്ചു വെച്ചിരിക്കുന്നത്? നിങ്ങൾക്ക് വിമർശിക്കാം, പക്ഷേ എങ്കിൽ ഒരാളെ അപമാനിച്ചുകൊണ്ടാവരുത്, ഒരു തൊഴിലിനെ അപമാനിച്ചുകൊണ്ടാവരുത്. നമ്മളും പല പല തൊഴിലെടുത്തിട്ട് ഈ വീഡിയോ കാണുന്ന പല ആൾക്കാരും പല തൊഴിലിൽ ഏർപ്പെടുന്ന ആളാണ്. ആ തൊഴിൽ അപമാനമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും കലക്ടറും ഡോക്ടറും പോലീസും ഇയാളെ പറയുന്ന പോലെ സിനിമയിൽ അഭിനയിക്കാനൊക്കെ പറ്റുമോ? ഇല്ലല്ലോ. ഏതൊരു തൊഴിലിനും അതിൻ്റേതായ മാന്യതയുണ്ട്. ഇയാളെന്താ വിചാരിച്ചിരിക്കുന്നത്? ഇത് പറയണം തോന്നി, വല്ലാത്ത ഒരു ഇറിറ്റേഷനായി. ഈ വീഡിയോ അയാളുടെ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് വല്ലാത്ത ഇറിറ്റേഷനായി. ഞാൻ ആ വീഡിയോ ഇവിടെ അതിൻ്റെ ഭാഗങ്ങൾ ഇവിടെ വെക്കാം, അന്നേരം നിങ്ങൾക്ക് മനസ്സിലാവും. ഇതാ കണ്ടു നോക്ക്. ഈ സിനിമയുടെ ABCD അറിഞ്ഞാത്ത മൈക്കും കൊണ്ട് നടക്കുന്ന എറണാകുളത്ത് കുറേ പെമ്പിള്ളേരുണ്ട്. അവളൊക്കെ ഒരുമാതിരി കുഴഞ്ഞ് ഇവൻ്റെയൊക്കെ മുമ്പ് വരുന്ന ഒരുമാതിരി അവിടെ ഇവിടെയൊക്കെ കാണിച്ചിരുന്ന് ഇങ്ങനെ സുഖിപ്പിച്ച് സംസാരിക്കുമ്പോഴാണ് ഇവനുമൊക്കെ വിട്ടുപോകണം. അതാണ് ഇവനൊക്കെ ഈ ഫോണൊക്കെ എടുത്ത് ഇങ്ങനെ എറിഞ്ഞ്, ഇവനൊക്കെ 1000 രൂപയ്ക്ക് കൊത്തപ്പണിക്ക് പോകാനുള്ള യോഗ്യത പോലും ഇല്ലാത്തവനാണ്. വാർക്കപ്പണിക്ക് സിമൻറ്റ് ചമക്കാനുള്ള യോഗ്യത പോലും ഇല്ലാത്തവനാണ്. പക്ഷേ ഇവൻ്റെ ഇതിലൊക്കെ ലക്ഷങ്ങളും കോടികളും വരുമ്പോൾ വഴിയേറ്റി പോകണം, ചോദിക്കാൻ ആരുമില്ല. അപ്പോൾ ഇവൻ വിചാരിക്കുന്നത് ഇവൻ തന്നെയാണ് മലയാള സിനിമയുടെ അവസാന വാക്കെന്ന് വിചാരിക്കുന്നത്. അതാണ് പ്രശ്നം, മണ്ടനായോണ്ടാണ്. ഇനി നിങ്ങൾ പറയണം, നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ പറയണം. എന്താ ഇയാൾ പറഞ്ഞതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? ഒരാളെ വിമർശിക്കാൻ വേണ്ടി മറ്റൊരു തൊഴിലിനെ മോശമായി പറയുന്നത് വളരെ മോശമല്ലേ? പിന്നെ ആ പെൺകുട്ടികൾ അത് അവരുടെ ജോലിയാണ് ആങ്കറിങ് ചെയ്യുക എന്നുള്ളത്. വൃത്തിയും ഭംഗിയിലും അവതരിപ്പിച്ച് നല്ല രസകരമായി അവതരിപ്പിച്ച് കഴിഞ്ഞാൽ ജനങ്ങളത് കാണും. ആ കുട്ടി എന്ത് പഠിച്ചു, ആ കുട്ടിയോട് അതിൻ്റെ ജോലിയാണ് അത് ചെയ്യുന്നത്. അതതിൻ്റെ മുമ്പിൽ പോയിട്ട് അയാളോട് സംസാരിക്കുന്നതും
കാര്യങ്ങൾ അത് ആ വ്യക്തിയുടെ ജോലിയാണ്. അതിന് മോശമായി ചിത്രീകരിക്കുക. നിങ്ങളുടെ ബന്ധുക്കളിലും ചില പെൺകുട്ടികളുണ്ടാവും ആങ്കറിങ് ജോലി ചെയ്യുന്നത്. അത് വിചാരിച്ചിട്ട് ആ പെണ്ണ് മോശമാണെന്നാണോ ഈ ശാന്തിവിള ദിനേശിൻ്റെ അഭിപ്രായം? എന്തൊക്കെയാ പറഞ്ഞു കൂട്ടുന്നത്? അപ്പോൾ നിങ്ങൾ തന്നെ തീരുമാനിക്കുക.